പാലക്കാട് ബിജെപിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും സിപിഐഎമ്മും ഒത്തുകളിച്ചെന്ന ആരോപണം. നഗരസഭയിലെ 7 വാർഡുകളിൽ ഇരു പാർട്ടികളും തമ്മിൽ രഹസ്യധാരണയുണ്ടാക്കിയെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. അതേസമയം നഗരസഭയിലെ വലിയ കക്ഷിയായ ബിജെപി ചെയർപേഴ്സണെ കണ്ടെത്താനുള്ള അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു. പാലക്കാട് നഗരസഭയിൽ ബിജെപിയുടെ മുന്നേറ്റം തടയാൻ 7 ഇടങ്ങളിൽ കോൺഗ്രസും സിപിഐഎമ്മും ധാരണയുണ്ടാക്കിയെന്നാണ് ബിജെപി ജില്ലാ നേതൃത്വം ആരോപിക്കുന്നത്. നഗരസഭയിലെ 19, 35, 38 വാർഡുകളിൽ 5-ൽ താഴെ വോട്ടുകൾക്കാണ് ബിജെപി പരാജയപ്പെട്ടത്. LDF സ്ഥാനാർത്ഥി ജയിച്ച 19-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 90 വോട്ട് കിട്ടിയതും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച 38-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് 84 വോട്ട് ലഭിച്ചതും ഇതിന് തെളിവാണെന്ന് ബിജെപി ആരോപിക്കുന്നു. ഇതിനു പുറമെ ബിജെപി ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണകുമാർ അട്ടിമറി വിജയം നേടിയ 18-ാം വാർഡിൽ സിപിഐഎം 3-ാം സ്ഥാനത്തേക്ക് പോയതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 7ഓളം വാർഡുകളിൽ ബിജെപി തോറ്റത് ചെറിയ മാർജിനാണ്. 4 വോട്ടിനും 5 വോട്ടിനും എല്ലാം ആണ് പരാജയപ്പെട്ടത്. ആ വാർഡുകളിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും സിപിഎമ്മും കോൺഗ്രസിനുള്ള രഹസ്യധാരണ. എന്നാൽ ബിജെപിയുടെ മുന്നേറ്റത്തെ തടയാൻ ഈ കൂട്ടുകെട്ടിന് കഴിഞ്ഞില്ലെന്നും തങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ ഭരണം നടത്തുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ഭൂരിപക്ഷമില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക് ഭരണം നടത്തുന്നതിന് തടസ്സമില്ല. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും കഴിഞ്ഞ തവണ കോൺഗ്രസ് ഭരിച്ചത് ഈ രീതിയിലായിരുന്നുവെന്നും ബിജെപി വ്യക്തമാക്കി. റിപ്പോർട്ടർ, പാലക്കാട്.